മദീനയിൽ ദർസ് നടത്തുന്ന കാലത്ത് 20 തവണ കാലിൽ വന്ന് തേള് കുത്തിയിട്ട് കാല് ഇളക്കാതിരുന്നപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ഉസ്താദെ, തേള് കുത്തുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ, അള്ളാഹുവിൻ്റെ റസൂൽ കിടന്നുറങ്ങുന്ന മദീനയിൽ ഞാൻ എങ്ങനെയാണ് അസ്വസ്ഥനാവുക എന്ന് ചോദിച്ച ആളാണ് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. അള്ളാഹിൻ്റെ റസൂൽ ഉറങ്ങണ മദീനയിൽ ഞാൻ എങ്ങനെ അസ്വസ്ഥനാകുക എന്ന് ചോദിച്ചിട്ട് ജീവിതകാലത്തൊരിക്കൽ പോലും മദീനയിലൂടെ ചെരിപ്പിട്ട് നടന്നിട്ടില്ല അബൂ ഹനീഫത്തുൽ കൂഫി അൻ-നുഅ്മാൻ റളിയല്ലാഹു അൻഹു. ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും മദീനയിൽ ചെരുപ്പിട്ട് നടന്നിട്ടില്ല. അള്ളാഹിൻ്റെ റസൂൽ കിടന്നുറങ്ങുന്ന മദീനയിൽ ഞാൻ എങ്ങനെ ചെരുപ്പിടാം? മുഹമ്മദ് എന്ന പേര് പറയാൻ കഴിയാത്തതിനാൽ ബോധം കെട്ട് വീണ മനുഷ്യനല്ലേ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. മദീനയിൽ നബി തങ്ങൾ വഫാത്തായപ്പോൾ ഇനി അവിടെ താമസിക്കാൻ വയ്യ, അങ്ങനെ കൂഫയിലേക്ക് താമസം മാറി. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ പഴയകാല സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി മദീനയിൽ വന്നപ്പോൾ നിർബന്ധിച്ച് വാങ്കൊടുപ്പിച്ചതാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞതോടുകൂടി ബോധരഹിതനായി പിറകോട്ട് മറിഞ്ഞു വീണ ആളാണ് ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. നമുക്ക് എവിടെ ഉണ്ട് സ്നേഹം? അല്ലാഹു തആലക്ക് 2 സ്വർഗ്ഗമില്ല, ഒറ്റ സ്വർഗ്ഗമുള്ളൂ. സ്വർഗത്തിന് 8 വാതിലുണ്ട്, 8 കൂടെ കയറിയാലും എത്തുന്നത് ഒരേ സ്വർഗത്തിലാ. അവിടെ ബിലാൽ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ടാവും, അവിടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ടാവും, അവിടെ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ടാവും. അങ്ങോട്ട് കയറി ചെല്ലണം എന്നാണ് നമ്മളെ പൂതി. എന്താ നമ്മളടുത്തുള്ളത്? അള്ളാന്റെ റസൂലേ, ഖിയാമത്ത് നാൾ എപ്പോഴാ നബിയേ? പുണ്യ നബി ചോദിച്ചു, അതിനെന്താണ് നീ ഒരുക്കി തയ്യാറാക്കിയിരിക്കുന്നത് മനുഷ്യ? വമാ അഅദത്ത ലിദാലിക, എന്താണ് അതിന് നീ തയ്യാർ ചെയ്തിട്ടുള്ളത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് ആകെ ഉള്ളത് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുള്ള മഹബത്താണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുവോ നീ അവരോടൊപ്പമായിരിക്കുമെന്ന് പറഞ്ഞു. നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും ഉണ്ടാകുക. വലിയൊരു സംഗതിയാണ്. എല്ലാവരും അതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റൗള ഷരീഫ് തുറന്നു. ഞമ്മക്കും തുറക്കും, ഉമർ ഖാദിയുടെ മാതിരി ആയാൽ മതി. എന്താ ഉമർ ഖാദിക്കുള്ള പ്രത്യേകത? സ്നേഹം എന്ന് പറഞ്ഞത് 2 നിലക്കുണ്ട്. ഒന്ന് മനുഷ്യൻ്റെ തലയുമായി ബന്ധപ്പെട്ട സ്നേഹമുണ്ട്, ഒന്ന് മനുഷ്യൻ്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട സ്നേഹമുണ്ട്. തലനേറ്റ് ബന്ധപ്പെട്ട സ്നേഹം, ഹൃദയവുമായി ബന്ധപ്പെട്ട സ്നേഹം, അങ്ങനെ സ്നേഹം 2 എണ്ണം. തലയുമായി ബന്ധപ്പെട്ട സ്നേഹത്തിൽ സ്വാർത്ഥത ഉണ്ടാവും. നമ്മളെ മക്കളെ നമ്മൾ നോക്കുന്നത് എന്തിനാ? നമുക്ക് പ്രായമാകുമ്പോൾ നമ്മളിങ്ങോട്ടും നോക്കാൻ. സംഗതി സ്നേഹം തന്നെയാണ്, പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. വാപ്പാനെ നോക്കണത് എന്തിനാ? സ്വർഗം കിട്ടാൻ. സംഗതി നല്ല തന്നെയാണ്, സ്വർഗം കിട്ടുകയും ചെയ്യും, പക്ഷെ ഒരു ലക്ഷ്യമുണ്ട്, ഒരു സ്വാർത്ഥതയുണ്ട്. ഇത് തലൻ്റെ പരിപാടിയാണ്. അപ്പോൾ തലൻ്റെ സ്നേഹം എന്ന് പറഞ്ഞതുകൊണ്ട് ദുന്യാവുക്കുള്ളതാണെന്ന് മാത്രം കരുതണ്ട, ആഖിറത്തുക്കുള്ളതും ഏതുകൊണ്ടുണ്ടാവും? തല കൊണ്ടുണ്ടാവും. ആഖിറത്തിലെ നേട്ടത്തിന് വേണ്ടി ഒരാൾ ചെയ്യുന്ന അമലും തനിക്ക് ഒരു നേട്ടത്തെ ലക്ഷ്യമാക്കി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും മസ്തിഷ്കബന്ധിതമാണ്. എന്നാൽ ഹൃദയത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് അത് യാതൊരു സ്വാർത്ഥതയും ഇല്ലാത്ത സ്നേഹമാണ്. ഒന്നുമില്ല. കുട്ടി ചെറിയ കുട്ടിയാണ്. ഡോക്ടർ പറഞ്ഞു ഈ കുട്ടി 24 മണിക്കൂറിൽ കൂടുതൽ ജീവിക്കാൻ യാതൊരു സാധ്യതയില്ല, 100%. എന്നാലും ഉമ്മാക്ക് ആ കുട്ടിനോടൊരു സ്നേഹം ഉണ്ടാവും. അത് ഹൃദയബന്ധിതമാണ്, ഒരു നേട്ടത്തിന് വേണ്ടിയുമല്ല. ഇങ്ങനെ ഒരാൾക്ക് മുഹമ്മദ് നബിയോട് സ്നേഹം ഉണ്ടായാൽ അവൻ്റെ മുമ്പിൽ റൗദയുടെ വാതിൽ തുറക്കും. അതാണ് ഉമർ ഖാദിക്കുണ്ടായത്. റൗദ ഷരീഫിൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്നപ്പോൾ ചങ്ങലയിട്ട് പൂട്ടിയിരിക്കുന്നു. ഒന്ന് തുറന്നാൽ എനിക്ക് അടുത്തൊന്ന് ചെന്ന് സലാം പറയാമായിരുന്നല്ലോ. അതിലിങ്ങോട്ട് വന്നു ഒരു പാട്ട്, അടീന്ന് ഇങ്ങോട്ട് വന്നു മേപ്പെട്ടൊരു പാട്ട്. അതാണ് പാടി. റൗദയുടെ വാതിൽ തൊട്ടിത്തുറന്ന് അകത്ത് കടന്ന് സലാം പറഞ്ഞു. സയ്യിദുനാ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു
ആ ഒരു സ്നേഹം നമുക്കുണ്ടായാലേ നമുക്കും കിട്ടും. ഷാ വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങളെ ഉറക്കത്തിൽ കാണാൻ നിങ്ങൾ ആരും ആഗ്രഹിക്കണ്ട. കാരണം നബി തങ്ങളെ ഉണർച്ചയിൽ തന്നെ കാണും, ഞാൻ കണ്ടിട്ടുണ്ട്. ഷാ വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞതാണ്. മദീനയിലെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞ സമദാനി സാഹിബ് പരിഭാഷപ്പെടുത്തിയ പുസ്തകത്തിൽ കാണാം. ഷാ വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞതാണ്, നബി തങ്ങളെ ഉറക്കത്തിൽ കാണാൻ ആരും ആഗ്രഹിക്കണ്ട. ഉണർച്ചയിൽ തന്നെ കാണാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാ ഉറക്കത്തിൽ കാണാൻ ആഗ്രഹിക്കണത്? നിങ്ങളുടെ ആഗ്രഹം ശക്തമാണെങ്കിൽ ഉണർച്ചയിൽ തന്നെ കാണാം മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തെ റൗദ ഷരീഫിൻ്റെ അടുത്ത് സിയാറത്ത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരുന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുതപ്പ് കൊണ്ട് ആകെ മൂടിയ ഒരാൾ എൻ്റെ അടുക്കൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഷാ, നിങ്ങൾക്ക് എന്നെ ഇനി കാണാൻ തോന്നുമ്പോഴെല്ലാം ഇതുപോലെ നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചാൽ മതി ഷാ എന്നെന്നോട് പറഞ്ഞുവെന്ന് ഷാ വലിയുല്ലാഹി ദഹ്ലവി. സ്വാർത്ഥതയില്ലാതെ ആവണമെന്ന് മാത്രം. യാക്രമബൈത്തി എല്ലിയപ്പോഴാണ് ഉമർ ഖാദിക്ക് റൗദ ഷരീഫ് തുറന്നത്. നമ്മളതൊരു കടലാസിൽ ഇങ്ങനെ എഴുതിയിട്ട് റൗദൻ്റെ അടുത്ത് എന്നിട്ട് 100 വട്ടം ചെല്ലിയാലും തുറക്കൂല. എന്തേ കാരണം? ഉമർ ഖാദിക്ക് തുറന്നില്ല, അപ്പം അത് എളുപ്പമാന്ന് നമുക്ക് തോന്നി. അത് തല പറഞ്ഞു എന്നതാണെന്നുള്ളതാണ് കാരണം. ഉമർ ഖാദിക്ക് അത് ചെല്ലിയപ്പോഴാണ് തുറന്നത്, അതുകൊണ്ട് ചെല്ലിയോക്കെ എന്ന് പറഞ്ഞത് തലേണ്. ഉമർ ഖാദിയോട് അത് തല പറഞ്ഞതായിരുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ ഖൽബ് പറഞ്ഞതായിരുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മഹാനവറുകൾക്ക് തുറന്നത്. അങ്ങോട്ട് നീങ്ങാൻ നമുക്ക് കഴിയണം. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മുൻകഴിഞ്ഞ എല്ലാ അമ്പിയാക്കളോടും നബി തങ്ങളെ താരതമ്യം ചെയ്ത് പറഞ്ഞത് കാണാൻ പറ്റും. എല്ലാ അമ്പിയാക്കളോടും താരതമ്യം ചെയ്തിട്ടുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, ഞാനിത് പറയുന്നത് മറ്റു നബിമാരെ മോശമാക്കാനല്ല, എൻ്റെ നബിയെ വലുതാക്കാനാണ്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദ് രാജാവിൻ്റെ തീക്കുണ്ടാരത്തിൽ കിടന്നപ്പോൾ തീ കെട്ടുപോയി, തീയിന് ചൂടില്ലാതെയായി. ഇബ്രാഹിം നബിയുടെ വലിയൊരു കറാം, ഒരു മുജ്സത്താണത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ തന്നെ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീക്കുണ്ടാരം കെട്ടുപോയി. ഷാഫി ഇമാം പറഞ്ഞു, ഞാനിത് പറഞ്ഞത് ഇബ്രാഹിം നബിനെ മോശാക്കാനല്ല, എൻ്റെ നബിനെ വലുതാക്കാനാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ നൈൽ നദിയുടെ അടുത്തേക്ക് പോയി. നൈൽ നദിയുടെ അടുത്തെത്തിയപ്പോൾ പിന്നിൽ നിന്ന് ഫറോവയും തൻ്റെ കിങ്കരന്മാരും വാഹനപ്പുറത്ത് കുതിരപ്പുറത്ത് കയറി വരുന്നത് കണ്ടു. ഇനി രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് തോന്നിയപ്പോൾ മൂസാ നബി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് നൈൽ നദിയെ അടിക്കുകയും നൈൽ നദി 2 പിളർപ്പായി മാറി നിൽക്കുകയും അതിലൂടെ മൂസാ നബിയും അനുചരന്മാരും രക്ഷപ്പെടുകയും ചെയ്തു. വടി കൊണ്ടടിച്ചപ്പോൾ നൈൽ നദി 2 പിളർപ്പായി മാറി നിന്നു എന്നതാണ് മൂസാ നബിയുടെ മുഅ്ജിസത്തെങ്കിൽ, ഒരു ദിവസം നബി തങ്ങളോട് ഖുറൈശികൾ ചന്ദ്രനെ പിളർത്തി കാണിക്കാൻ പറഞ്ഞപ്പോൾ വിരൽ കൊണ്ട് ആംഗ്യം കാണിച്ചിട്ടേ ഉള്ളൂ, കയ്യെത്താത്ത ചന്ദ്രനതാ 2 പിളർപ്പായി മാറി നിന്നു. ഒരു വലിയ സമ്മേളനത്തിലാണ് ഉണ്ടായത്. ഖുർആൻ സാഹിത്യത്തിനെതിരാണ് എന്ന് ഖുറൈശികൾ വാദിച്ചു. അങ്ങനെ ഖുർആൻ സാഹിത്യത്തിനെതിരാണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ഖുറൈശികൾ ഒരു വലിയ സാഹിത്യ സമ്മേളനം വിളിച്ചു ചേർത്തു. വലിയ ഭീമൻ സാഹിത്യ സമ്മേളനം. അതിൽ രാജ്യത്തറിയപ്പെടുന്ന വലിയൊരു സാഹിത്യകാരനെ കൊണ്ടുവന്നിരുന്നു പ്രസംഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇങ്ങനെ ഖുർആൻ തെരഞ്ഞിട്ട് സാഹിത്യത്തിനെതിരുള്ള വാക്കുകൾ കണ്ടുപിടിച്ചിരുന്നു. അതിന് ഒന്നാമത്തെ വാക്ക് കുബ്ബാറൻ എന്ന വാക്കായിരുന്നു. കുബ്ബാർ, അത് സാഹിത്യമല്ല എന്നാണ് വല്ല വാദം. സാഹിത്യകാരൻ വന്നിട്ട് സ്റ്റേജ് അങ്ങനെ കയറി ജനങ്ങളൊക്കെ കൂടി ഒരുമിച്ച് കൂടിയത് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ഖദ് ജമഅതും ജംഅൻ കുബ്ബാറ. കുബ്ബാറ എന്നുള്ള വാക്കിനെതിരെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന ആള് ആദ്യം പറഞ്ഞ വാക്ക് തന്നെ കുബ്ബാറ എന്നായപ്പോൾ സാഹിത്യ സമ്മേളനം പൊളിഞ്ഞു. അന്നാണ് മുഹമ്മദ് എന്നോട് ഇനി ഭൂമിയിലത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി, അതുകൊണ്ട് ഇനി ആകാശത്തുള്ളത് പറയാമെന്ന് പറഞ്ഞിട്ട് പോലെ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു വരണം, 2 പിളർപ്പായി മാറി നിൽക്കണം,
എന്നിട്ടത് വീണ്ടും കൂടിയിട്ട് മടങ്ങിപ്പോകണം പറ്റുമോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു, തോർന്നു, കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, ചന്ദ്രൻ ഉദിച്ചു വന്നു, 2 പിളർപ്പായി, അത് വീണ്ടും കൂടി മടങ്ങിപ്പോവുകയും ചെയ്തു. ഓല് വിശ്വസിച്ചില്ല കേട്ടോ, കാരണം ഓർക്ക് തൗഫീക്കില്ല. ഈ ചെങ്ങായിനെ കൊണ്ട് തോറ്റല്ലോ എന്ന് പറഞ്ഞു. ഇവൻ്റെ ഒരു സിഹിർ ഭയങ്കര സിഹിർ തന്നെ, ഭൂമിയിലും നിൽക്കണില്ല, അത് ആകാശത്തിലും ഉണ്ടില്ലേ എന്ന് പറഞ്ഞാണ്ട് ഓല് വിശ്വസിച്ചില്ല. അത് വേറെ കാര്യം. ഓൽക്ക് അള്ളാഹുവിൻ്റെ തൗഫീക്കില്ല, അതുകൊണ്ട് ഓല് വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിലക്കും അവർ പീഡിപ്പിച്ചു. ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല കൊടുത്ത വലിയൊരു മുഅ്ജിസത്ത് ചികിത്സയായിരുന്നു. മഹാനവറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചികിത്സ, വെള്ളപ്പാണ്ട് രോഗികളെങ്ങനെ തടഞ്ഞാൽ മാറും. കണ്ണ് കാണാത്ത ആൾക്കാർക്ക് മൂപ്പരിങ്ങനെ തടഞ്ഞു കൊടുത്താൽ കാഴ്ച ഉണ്ടാവും. വെള്ളപ്പാണ്ട് രോഗികളെങ്ങനെ തടഞ്ഞാൽ മാറും, കണ്ണ് കാണാത്തവർക്ക് ഇങ്ങനെ തടഞ്ഞു കൊടുത്താൽ. വെള്ളപ്പാണ്ട് രോഗികളും കാഴ്ച കുറയുന്നവരും ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ ഫാത്തിഹ വേണ്ടത്. ഹാഫി ഡോക്ടറെ, ഈസാ നബി അലൈഹി ഇസ്ലാമാണ് കണ്ണ് കാണാത്തവർക്കും വെള്ളപ്പാണ്ട് രോഗികൾക്കും ചികിത്സിച്ചിരുന്ന ഏറ്റവും അറിയപ്പെടുന്ന മനുഷ്യൻ. മഹാനവറുകളുടെ മുഅ്ജിസത്ത് അതായിരുന്നു. എന്നാൽ ഒരു കാര്യമുണ്ട്, ഈസാ നബി കണ്ണ് കാണാത്തവരുടെ കണ്ണ് കാഴ്ചക്ക് വേണ്ടി ചികിത്സിച്ചിരുന്നത് കണ്ണ് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഉള്ള ആൾക്കാർക്കാണ്. കണ്ണ് അവിടെ ഉണ്ട്, കാഴ്ചയില്ല എന്നുള്ള അങ്ങനത്തെവർക്കാണ്. എന്നാൽ നബി തങ്ങൾ കാഴ്ച കൊടുത്തതായിരിക്കാന്ന് നിങ്ങൾ, കണ്ണ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ലാത്ത ആൾക്കാണ്. ആർക്ക്? ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് അവിടുന്ന് ചാടി, അതിങ്ങനെ കയ്യിലെടുത്തിട്ടാണ് കൊണ്ടുപോയി. ചാടിയ കണ്ണ് കയ്യിലിങ്ങനെ എടുത്ത് വെച്ചിട്ട് ആണ് കൊണ്ടുപോയി. നബിയെ, പുതിയ പെണ്ണ് കെട്ടിയതാണ് നബിയെ, ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രിയാണ് യുദ്ധത്തിന് പോരാൻ വേണ്ടിയിട്ട് മദീന പള്ളിയിൽ നിന്ന് വിളിയാളം കേട്ടത്. ഞാൻ അപ്പം സലാം പറഞ്ഞാണ് പോകുന്നതാണ്. എങ്ങനെ ഈ കണ്ണില്ലാതെ ഞാൻ എൻ്റെ പെരേക്കില്ല, അതുകൊണ്ട് എനിക്ക് ഈ കണ്ണ് വേണമെന്ന് പറഞ്ഞു. അതിനൊക്കെ ഖുർആനിൽ എവിടെ നമ്മൾ തെളിവ് വേണം? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ നബിനോട്? എന്നാൽ ഖത്താദ അത് പറഞ്ഞു. ഖത്താദ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു. അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഖത്താദ, നിനക്ക് ഈ കണ്ണിന് പകരം സ്വർഗത്തിൽ വെച്ചൊരു കണ്ണ് പോരെ ഖത്താദ? എന്തേക്കാരം മറുപടി? ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാന്റെ റസൂലേ, എനിക്ക് ഈ കണ്ണും വേണം, സ്വർഗത്തിൽ വെച്ച് വേറൊരു കണ്ണും വേണം. അതാ മറുപടി പറഞ്ഞാല്. എനിക്ക് ഈ കണ്ണും വേണം, സ്വർഗത്തിൽ വെച്ച് വേറൊരു കണ്ണും വേണം. അപ്പൊ ആ കണ്ണിനെടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചു കൊടുത്തിട്ട് ഷറഫാക്കപ്പെട്ട ഉമിനീരെടുത്തിട്ട് ലേശാണ് തേച്ചു കൊടുത്തു. ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ആ കണ്ണിന് ചെങ്കണ്ണ് രോഗം പോലും പിന്നീട് ബാധിച്ചിട്ടില്ല. ചെങ്കണ്ണ് രോഗം പോലും ആ കണ്ണിന് പിന്നെ ഉണ്ടായിട്ടില്ല. അതാണ് ഈസാ നബി അലൈഹി ഇസ്ലാം എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചികിത്സ അങ്ങനെയാണ്. ഇങ്ങനെ ഏത് നബിമാര്, സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ഇരുമ്പ് വഴിപ്പെടലായിരുന്നു മഹാനവറുകളുടെ പ്രത്യേകത. ഇരുമ്പിൻ്റെ ഒരു സാധനം എടുത്താൽ അതിങ്ങനെ പഞ്ഞി പോലെ ആവും. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ നൂലുണ്ടാക്കിയിട്ട് ആ നൂലുകൊണ്ട് പടയങ്കി ഉണ്ടാക്കും. യുദ്ധത്തിന് പോകുമ്പോൾ ധരിക്കുന്ന പടയങ്കി ഉണ്ടായിട്ട് കൊണ്ടുപോയി വെക്കും. ഇരുമ്പിൻ്റെ നൂല് കൊണ്ട് കുപ്പായ ഉണ്ടായിട്ട് കൊണ്ടുപോയി വെക്കുക. അതാണ് ദാവൂദ് നബി. ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ, ലോകം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്ത ജീവിതം യാ സാഹിബി. കൊട്ടുണ്ടാക്കിയിട്ട് ജീവിച്ച ആളാണ് സുലൈമാൻ നബി. കൽപ്പണിയിലെന്തോ സമർത്ഥന സക്കരിയ, നമുക്കെന്തോ മടിയാ തൊഴിലു ചെയ്യാൻ വയ്യ. തടി പണിയുവാൻ നബി നൂഹ് നല്ല സമർത്ഥന, തേക്കിൻ്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധന. എല്ലാ അമ്പിയാക്കളും അങ്ങനെയാണ്.